ബദാം കീർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 100 ഗ്രാം ബദാം ഇതുണ്ട് ചൂട് പാലിനകത്തിട്ട് നമ്മൾ കുതിർത്ത് വെക്കണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ തൊലി ഞാൻ പൊളിച്ചിട്ട് നമുക്കിതിനെ മിക്സിക്കകത്ത് ഈ പാൽ കൂട്ടി അരച്ചെടുക്കണം. അതിന് ഞാൻ ഒരു 8-10 കപ്പലണ്ടിയും കൂടെ പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് അരച്ചെടുക്കാം. ഒരു 5 വലിയ സ്പൂണ് പഞ്ചസാരയുണ്ട്. അത് പിന്നെ ഇത് ഞാൻ ബദാം ചെറുതായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഒരു 2-3 ഏലക്കയുടെ നമുക്ക് ഏലക്കായുടെ പൊടിയിടാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് ഇത് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പാലിനകത്ത് നമുക്ക് ബദാം അരച്ച് ചേർത്ത് ഇത് കുറുക്കിയെടുക്കണം. നമുക്ക് ആദ്യം തന്നെ ബദാമിൻ്റെ തൊലി കളഞ്ഞൊന്ന് മിക്സിക്കകത്ത് അരച്ചെടുക്കാം. ഈ ബദാം എല്ലാം നല്ലതുപോലെ ഇതുണ്ടാകും. നമ്മൾ ഈ പാലിനകത്ത് നിന്ന് ഊറ്റിയെടുത്ത് തൊലി പൊളിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഈ ബദാമും ഈ കപ്പലണ്ടിയും കൂടെ ഞാനൊന്ന് മിക്സിക്കകത്ത് ഒഴിച്ച് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് കപ്പലണ്ടിയും ബദാമും ഒന്നിച്ച് നമുക്ക് അരയ്ക്കാം, നല്ല പേസ്റ്റ് ആക്കാം. നമ്മുടെ ബദാമും കപ്പലണ്ടിയും നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്, നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് ഈ പാലിനകത്ത് ഞാൻ ഗ്യാസ് ഓണാക്കി പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂട് കട്ടിയുള്ളൊരു പാൻ വേണം, അല്ലെങ്കിൽ ഈ ബദാം നമ്മൾ ഇളക്കുമ്പം നമുക്ക് ഒട്ടിപ്പിടിച്ച് പോകും. നമുക്ക് ചേർത്ത് പാലിനകത്ത് നല്ലതുപോലെ ഇളക്കി പറ്റിക്കണം. ഒരു കീറല്ലേ, അപ്പോൾ നമ്മളൊരു കുറുകിയ പരുവത്തിലായിരിക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ പഞ്ചസാരയും കൂടെ ചേർക്കാം. നല്ല മധുരം വേണ്ടിയവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. നല്ലപോലെ തിളച്ച് പറ്റുന്നവരെ നമുക്ക് ഇളക്കാം. ഇത് നമ്മൾ കണ്ടിന്യൂസ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ കപ്പലണ്ടിയും ബദാമും ഒക്കെ അരച്ചല്ലേ ഇട്ടത്, അതുകൊണ്ട് പെട്ടെന്ന് പാല് കരിഞ്ഞു പിടിക്കും. നമ്മൾ നല്ലതുപോലെ ഒരു പായസത്തിൻ്റെ അളവിൽ നമ്മൾ കുറുക്ക് വാങ്ങുമ്പോൾ വേണം നിർത്താൻ. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം നമ്മുടെ ഇതുകൊണ്ട് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ബദാമും കപ്പലണ്ടിയും ഒക്കെ നല്ല വെന്ത് പാകമായിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫാക്കാം. ഓഫാക്കി ഞാൻ ഒരു 2-3 ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഞാനൊരു സെർവിങ് ബൗളിലോട്ട് ഇത് മാറ്റി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ബദാം ഗീർ നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.